എക്സാലോജിക് CMRL ഇടപാടിലെ അന്വേഷണം വിവരം കൈമാറാത്തതിന് കേന്ദ്രത്തെ വിമർശിച്ച് ഹൈക്കോടതി. അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് വിടുന്നതിൽ കോടതി അഭിപ്രായം തേടിയിരുന്നു. കേന്ദ്രം ഇതിന് മറുപടി നൽകിയില്ല. 2 ആഴ്ച കൂടി സമയം വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. എക്സാലോജിക്കിനെതിരായ ROC കണ്ടെത്തൽ ഗുരുതരമാണെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് കോടതിയിൽ വാദിച്ചു. ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 12 മാറ്റി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലാണ് ഈ കേന്ദ്രത്തിന് ഇത്രത്തോളം വലിയൊരു രൂക്ഷ വിമർശനം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ഹർജി എടുത്ത വേളയിൽ തന്നെ കോടതി ചോദിച്ചത്, ഇതിനോടകം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നൊരു ചോദ്യം ഷോൺ ജോർജിന്റെ അഭിഭാഷകനോട് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഇത് ഗുരുതരമായ കുറ്റമാണ്. രണ്ട് ROCകളുടെ കണ്ടെത്തൽ ഗൗരവതരമാണ്. മാത്രമല്ല, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷിച്ചാൽ അവർ 210 പ്രകാരമുള്ള അന്വേഷണമാണ് നടത്തുന്നത്. പക്ഷേ ഇതിൽ വേണ്ടത് 212 പ്രകാരമുള്ള അന്വേഷണമാണ് വേണ്ടത്. അതിനാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അല്ല ഇത് അന്വേഷിക്കേണ്ടത്, നേരെ മറിച്ച് ഇതിൽ നടന്നിട്ടുള്ള ക്രിമിനൽ നടപടികൾ അന്വേഷിക്കുന്നതിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തന്നെ വരണം എന്ന് ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി. പക്ഷേ അതിനെ CMRLന്റെ അഭിഭാഷകനും KSCDCയുടെ അഭിഭാഷകനും അതിശക്തമായി എതിർക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു കാരണവശാലും അതിനുള്ള സാധ്യത ഇവിടെ ഇല്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകനോടായി കോടതിയുടെ ചോദ്യം, നിങ്ങളോട് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണല്ലോ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസ് അന്വേഷിക്കുന്നതിൽ അഭിപ്രായം അറിയിക്കണം എന്നുള്ളത്, അതെന്തായി എന്ന് ചോദിച്ചു. ആ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ അഭിഭാഷകന് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചില്ല. അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് പോയി, ചില നിയമങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷേ കോടതി അതോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കോടതി പറഞ്ഞത്, തൻ്റെ ഉത്തരവുകളെ ഇത്തരത്തിൽ മോശമായി കാണാൻ താൻ അനുവദിക്കില്ല എന്നും രാജ്യം ഇത്ര വലിയ നിലയിലേക്ക് കുതിക്കുന്നു, സാമ്പത്തികമായൊക്കെ വലിയ നിലയിലേക്ക് കുതിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് ഇങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോലും ശേഷിയില്ലെന്നാണോ കരുതേണ്ടത് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. തുടർന്ന് മറ്റൊരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ അന്വേഷണവും നടത്താമല്ലോ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചു. തുടർന്ന് 2 ആഴ്ചത്തെ സമയം കൂടി വേണം എന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു. കേന്ദ്രം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാത്തതും മറുപടി അറിയിക്കാത്തതും കോടതിയെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരു അവസരം ഒരു പക്ഷേ ഇതിൽ മറുപടി അറിയിക്കുന്നതിന് കേന്ദ്രത്തിന് കിട്ടിയേക്കും എന്ന് തോന്നുന്നില്ല. ഫെബ്രുവരി 12 കേസ് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ കേന്ദ്രം ഇതിൽ വിശദീകരണം നൽകും, വ്യക്തത വരുത്തും. അതേസമയം ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ ഷോൺ ജോർജ് കൊടുത്തിരുന്നു. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനെ തുടർന്ന് ഫ്രഷ് പെറ്റീഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് കേസ് ഫെബ്രുവരി 12 മാറ്റിയത്. ശരി ശ്രീകാന്ത്.